ഹലോ, ആരും തന്നെ കൂവരുതേ, ആരും തന്നെ കൂവരുതേ. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കൂവലിട്ട് നീ കുറെ നേരം കൊണ്ട് കൂവാണ്ടിരിക്കും. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കാതികൻ എത്തിച്ചേർന്നിട്ടുണ്ട്. കാതികന്റെ കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സുപ്രസിദ്ധനായ നമ്മുടെ കാതികൻ കെടാമംഗലം ശരവണൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ഈ വേദിയിൽ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. കൂവല്ലേ സുഹൃത്തുക്കളെ. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാം ആകാംക്ഷ പ്രിയനായ നിങ്ങളുടെ നാട്ടുകാരനായ എക്സ് മിലിറ്ററി രവിചേട്ടൻ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. അദ്ദേഹം 2 വാക്ക് സംസാരിച്ച ശേഷം ഇവിടെ നമ്മുടെ കഥാപ്രസംഗം ആരംഭിക്കുന്നതാണ്. ഇതാ രവിചേട്ടൻ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് മിലിറ്ററി രവിചേട്ടൻ. 2 വാക്ക്. ഹലോ 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 തുടങ്ങിക്കോ. ഭക്തജനങ്ങളുടെ പ്രത്യേകതയ്ക്ക് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് 2 വാക്ക് നിങ്ങളോട് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഉത്സവ കമ്മിറ്റി മെമ്പർമാരോട്. ഇപ്പൊ പൊട്ടിച്ച കുപ്പിന്ന് ഒരൊറ്റ പെഗ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ഓർമ്മ വേണം. സുഹൃത്തുക്കളെ, ഓച്ചന്തുരത്തിൽ നിന്നും വന്ന തങ്കമ്മ എന്നൊരു സ്ത്രീയുടെ സാരി ഇവിടെ കളഞ്ഞിട്ടിട്ടുണ്ട്. തങ്കമ്മ തെളിവ് സഹിതം സ്റ്റേജിലേക്ക് വന്നാൽ സാരി തിരികെ തരുന്നതായിരിക്കും. മറ്റൊരു അറിയിപ്പ് കൂടെ ഉണ്ട്. പോലീസുകാർ ഡ്യൂട്ടി തിരക്കിലാണ്. ദയവീത് അവരെ നിർത്തരുത്. കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കും. അടിച്ചു തളിക്കാരി ഞാനു ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ എത്തേണ്ടതാണ്. അയ്യോ, അതിനല്ല, അതിനെത്തിക്കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും ആഭരണങ്ങൾ സൂക്ഷിക്കുക. ആലോചിച്ച് നോക്കിയിട്ടാണ് പരിപാടി ഇവിടെ ബുക്ക് ചെയ്തത്. എന്റെ പൊന്നു ചേട്ടാ, മൈക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഹലോ ചെക്ക് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ചെക്ക് ചെയ്തോ. മുട്ടണ്ട, എർത്ത് ഷോക്ക് അടിക്കും. അത് ഞാൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എക്സ് മിലിറ്ററി രവി എന്ന് പറയും. അത് ഈ 5 പവന്റെ മാല കണ്ടപ്പോ മനസ്സിലായി. അരിഞ്ഞാണ് കാണുന്നു. വെറുതെ തമാശ പറഞ്ഞാണ് ചേട്ടാ. വേണ്ട, അപ്പൊ കഥാപ്രസംഗ പരിപാടി ചേട്ടാ. ഞങ്ങള് ചായ കാപ്പി സോഡാക്കി റെഡി അല്ലേ? എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. പെട്ടെന്ന് കഥ തുടങ്ങും. ആശാൻ ഇപ്പൊ വരും. എവിടെ ആശാൻ വരണ്ട, റെഡി ആയിക്കോട്ടാ. കഴിഞ്ഞോണത്തെ കാശ് കിട്ടിയിട്ടില്ല. ഒരു മനസാക്ഷിയില്ലാണ്ട് വീണല്ലോ ദൈവമേ. എന്ത് വീഴ്ചയാണ് ഈ വീഴുന്നത്? പ്രിയ കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, ഗുരുഭൂതന്മാരെ, കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് 5 നിമിഷം ഇടവേള. അലമ്പ തമാശ ഒന്നും പറയലോട്ടെ. പ്രിയരെ, കഥ ആരംഭിക്കുകയാണ്. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വന്നിട്ടില്ലെന്ന് പറ. നമ്മുടെ വിളിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റി. ഇപ്പൊ ഒരു മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരും. ഊണ് റെഡി ആയിട്ടുണ്ട്, വന്ന് കഴിച്ചോളാൻ പോണം. എന്റെ അമ്മയെ കൊല്ലാൻ പോണ ആരെയാണ്? മീൻ വറുത്തതുണ്ട്. രക്ഷപ്പെട്ടോളാം ഇന്നത്തെ കാര്യം. പോണ്ട. പ്രിയരെ, കഥ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വലിച്ചു പറിച്ചെടുക്കുക, തീരാറായി. ആമുഖമായി ഒരു വാക്ക്. ഇത് വേണം. മറ്റൊന്നുമല്ല, ഇന്നലെ കൃത്യം 10 മണിക്ക് കഥയായിരുന്നു. പക്ഷെ തുടങ്ങി 11 തീർന്നപ്പോൾ 1. അതെ, ഒരാൾ മാത്രമായി. ആമുഖം തീർന്നു. കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, നിങ്ങൾ പറ. ഞങ്ങളൊരു ആവേശം. ഇടയ്ക്ക് മാണ്ടാൻ വരരുത്. ഞാൻ കഥ പറയും, നിങ്ങൾ കേൾക്കണം. കൊട്ടണം. കഥ ആരംഭിക്കുകയാണ്. എന്റെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. അതിനു മുമ്പ് കഥയെക്കുറിച്ചും കഥാപ്രസംഗത്തെ കുറിച്ചും ഒരു വാക്ക്. ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കഥ, എന്റെ വർഷത്തെ ഏറ്റവും പുതിയ കഥ, പ്രശസ്ത ബംഗാളി വായിലൊതുങ്ങണത് പറ. കഥ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് എന്റെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല. പിന്നെ എവിടെയാണ്? കേരളത്തിന്റെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. അതിന്റെ ഭാഗത്തായി ഒരു കൊച്ചു ഗ്രാമം, പച്ചപ്പുൽത്തറ കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് കഥ നടക്കുന്ന കഥയുടെ മറുപത്രമായ ഭാഗങ്ങൾ ഇറങ്ങുന്നത്. ആ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര, അതാണ് കഥയുടെ ആരംഭം. ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ, ആ യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഇവരുമുണ്ട്, നിങ്ങളുമുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള യാത്ര. ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ, ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുട്ടപ്പോ മണയില്ല, കേവലം ഒരു ഭാവന ചിറകുമതി. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുട്ടപ്പോ മണയില്ല, കേവലം ഒരു ഭാവന ചിറകുമതി.
ഒരുമിച്ചും നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല കേവലം ഒരു പാവനത്തിൽ ചിറകുമതി ഒരുമിച്ചും നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല കേവലം ഒരു പാവനത്തിൽ ചിറകുമതി ഒരുമിച്ചും നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല കേവലം ഒരു ഭാവനതൻ ചിറകുമതി ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക് ഒരു പൈസ ചിലവില്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല കേവലം ഒരു ഭാവനതൻ ചിറകുമതി ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് ഇതെങ്ങടെ പോണത് സവാരി എവിടെ കേരളത്തില് ജർമ്മനിയിലൊന്നുമല്ലല്ലോ കഥ നടക്കണത് കഥ 3 മണിക്കൂറുണ്ട് 20 മിനിറ്റ് ഇതിന്റെ സവാരി തുടങ്ങിയിട്ട് എല്ലാം മനസ്സിലായ ഇല്ല വല്ല ഓർമ്മണ്ട ഇല്ല ശിവന്റെ അളിയൻ നീ ശിവന്റെ അളിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ കഥ ബുക്ക് ചെയ്തത് ആട്ടും കാട്ടുമല്ലല്ലോ പെറുക്കി തരണത് കെട്ടിയോൻ സർല എടാ നീ ചരലയുടെ കെട്ടിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ കഥ ബുക്ക് ചെയ്തത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നീ ചുരുട്ടല് നിർത്ത് വന്നപ്പോ തുടങ്ങി പിരിക്കല് മൂർക്കം പാമ്പ് പത്തി ഉടത്തിക്കണ പോലെ നിൽക്കണ് ഞാനൊരു കാര്യം ഞാൻ പറയാം ഞാനിവിടെ ഒരു ആമമാർക്ക് കൊതുകുതിരി മേടിച്ച് കത്തിച്ചു വെച്ചാൽ നിന്റെ പണി അതോട് തീരും മനസ്സിലായ എന്റെ പൊന്നിയേട്ട കഥയുടെ മർമ്മപരമായ ഭാഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മർമ്മമൊക്കെ കഥ കഴിയട്ടെ മർമ്മമൊക്കെ ഞാൻ ശരിയാക്കി തരാം കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കാം സവാരി വേണ്ട വേണ്ട കഥ പറ വിട്ടോ ഒരുമിച്ചു നമുക്കൊരു സവാരി നിർത്തി നമ്മൾ ആ ഗ്രാമത്തിലെത്തി ആ ഗ്രാമത്തിന്റെ ഗ്രാമമൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും കണ്ണിനും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താണെന്നല്ലേ അങ്ങോട്ട് നോക്കോ അപ്പുറം നോക്കൂ ഇവിടെ എവിടാ എന്തോ ഒരു സ്ഥലം ഒഴിഞ്ഞു നടക്കണത് എവിടേക്ക് നോക്ക് ദാ അവിടെ ആ കട്ടയുടെ തീരത്ത് ആ പച്ചപ്പുൽത്തുകളിൽ ആ പൂമരത്ത് തലത്ത് 2 യുവാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആരൊക്കെയാണ് ഒന്ന് രമണൻ മറ്റൊന്ന് രമണി നിന്റെ അച്ഛൻ മദനൻ രമണന്റെ സുഹൃത്തും ചങ്ങാതി സഹോദരമായ രമണൻ മദനൻ അവർ സുഹൃത്തുക്കളുടെ ചങ്ങാതിയുടെ സഹോദരങ്ങളാണ് അവരുടെ ജോലി എന്താണ് ആടുമേക്കലാണ് ദിവസവും ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് പോകും നിർത്ത് എങ്ങനെയുണ്ട് എന്റെ നെഞ്ചത്ത് വെക്ക് മതിയാ തമാശ പറയാൻ പറ്റും ദുഷ്ടം പറയാ വൃത്തിയായിട്ട് ആടിന് തീറ്റ കൊടുക്കണം വേട്ടക്ക് പോയതല്ല മനസ്സിലായ കട്ടാള അവരെന്നും പോകും ആട് വെക്കാൻ അത് രാവിലെ പോകും അന്ത്യവിൽ വിശ്രമതാണ് കുരിലേക്കും മടങ്ങിയത് പക്ഷേ കിട്ടുന്ന വിശ്രമ സമയങ്ങളിൽ പൂമരത്തിന് വിശ്രമത്തിന് കത്തിരിക്കും പക്ഷേ ഇന്ന് അതിന് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു മൂകത ഒരു നിശബ്ദത ഒരു ഏകാന്തത എന്താണ് ഏകാന്ത കാരണം മദനൻ കരഞ്ഞുകൊണ്ട് വിഷമത്തെ സുഹൃത്തും ചങ്ങാതി സഹോദരന്മാർ രമനോട് പറയുന്നു മദനൻ രമനോട് പറയുകയാണ് രമണ നീ മറച്ചു പിടിക്കയാണോ രമണ നീ എന്നിൽ നിന്നാരഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ എന്താ രഹസ്യം എന്താ രഹസ്യം ഓടാടുന്നു എന്താ രഹസ്യം നീ പറ മറ്റേ രമണനും ചന്ദ്രനും തമ്മിൽ പ്രണയബദ്ധരാണ് ആരാടിക്കാതിരിക പ്രഭൂമയാടിക്കാതിരിക സംസ്കാര സമ്പന്ന പക്ഷേ രമണൻ വെറും ഒരു അട്ടടയനാണ് വെറും ഒരു അട്ടടയായി ചന്ദ്രിക പ്രേമിക്കുന്നു ഈ വാർത്ത നാടകം വരുന്നു രമണന്റെ പേടിയായി രമണ ആദിയായി രമണ പച്ചവെള്ളം കഴിക്കുന്നില്ല അന്നേരം താന്തിയാവുന്നവരെ രമണ പച്ചവെള്ളം കഴിച്ചിട്ടേ ഇല്ല 2.5 പ്ലേറ്റ് ചോറ് മാത്രം തിന്നു അവന് പേടിയായി അവൻ ആദ്യമായി സുഹൃത്തുക്കളെ 7:30 നേരത്തെ എന്നിട്ട് കുളിയും കുറയും ജപമെല്ലാം കഴിഞ്ഞ് ഉണ്ണിയാർച്ച അതേ ഉണ്ണിയാർച്ച സമാനം പറ കഥ തെറ്റി തെറ്റിട്ടില്ലേട്ടാ അല്ല നീയല്ലേ കുറച്ചു മുമ്പ് മരണം പറഞ്ഞു രമണൻ രമണൻ നീ ചുരുട്ടല് പണ്ടാറടക്കാൻ ഈ രമണനിൽ എവിടെയാടാ ഉണ്ണിയാർച്ച ചന്ദ്രികട മൂത്ത വെല്ലുമേട മോള് എവിടുത്തെ കോതമംഗലം എവിടെ കൊരട്ടി തെളിച്ച് പറയടാ പെരുമ്പാവൂര് അത് പറഞ്ഞാ പോരെ അപ്പൊ തെറ്റിട്ടില്ല തോന്നിയായിരിക്കും നടക്കട്ടെ കഥ നടക്കട്ടെ ഒരറിയിപ്പുണ്ട് എഴുന്നള്ളത്തിന് വിളക്ക് പിടിക്കാൻ വന്ന സതീശൻ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ വരേണ്ടതാണ് 20 മിനിറ്റായി ഞാൻ ഒഴിച്ചു വെച്ചേക്കണത് ഇനി കിട്ടിയില്ല എന്നുള്ള പരാതി വന്ന് എന്നോട് പറയരുത് ആ കഥ പറഞ്ഞു ഒരു തീർന്നു പോകാതെ പണ്ടാരത്തിന് ചങ്ങല സതീശൻ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ വരണ്ട അത് കീഴ്ശാന്തി എടുത്ത് അടിച്ച് സന്തോഷമായാലും ആക്രാന്തം കാണിച്ചപ്പോഴേ ഞാൻ സ്വഭാവത്തിനോട് എന്റെ ഈ ഭാഗ്യദോഷം എവിടെ എത്തിയത് എന്നോട് ചോദിക്കാൻ വേണ്ടി മാത്രം നീ
റാണി വിശ്വനാഥല്ലേ? ഷക്കീലയുടെ അമ്മൂമ്മ. എടാ പുത്തൂരമ്പട്ടിലെ കണ്ണപ്പച്ചയുടെ പൊന്നോമനെ പുത്രി ഉണ്ണിയാർച്ച. അതും പറയെങ്കിൽ അച്ഛമ്മളെ നമ്മുടെ ഭാര്യ അങ്കക്കളരി 18 നൃപ്പങ്ങൾ ഉണ്ണിയാർച്ച. അവളുടെ സൗന്ദര്യം അതിമനോഹരം വർണ്ണിച്ചാൽ അടിപൊളി അടിപൊളി. വേണ്ട, അത് വേണ്ട. ഉണ്ണിയാർച്ച അത്രയ്ക്ക് സൗന്ദര്യത്തോടുമ്പയായിരുന്നു ഉണ്ണിയാർച്ച. അത്രയ്ക്ക് സൗന്ദര്യമാണ് ഉണ്ണിയാർച്ച. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിയും കുറി ജപമല ഉണ്ണിയാർച്ച അച്ഛനെ കണ്ണപ്പച്ചയുടെ മുറിയുടെ വാതിൽ ഒന്ന് മെല്ലെ മുട്ടി. അച്ഛൻ കണ്ണപ്പച്ചർ വാതിൽ തുറന്നു. തുറന്നതല്ല, വാതിൽ തുറന്നു. നിൽക്കുന്നു സുന്ദരിയായ മകൾ ഉണ്ണിയാർച്ച. എന്താ അർച്ച? എനിക്ക് പോകണം. എങ്ങോട്ട്? അയ്യപ്പൻ കാവിൽ വിളക്കു കാണാൻ, അല്ലിമലർക്കാവിൽ കുച്ചു കാണാൻ. എന്താ? അയ്യപ്പൻ കാവിൽ വിളക്കു കാണാൻ, അല്ലിമലർക്കാവിൽ കുച്ചു കാണാൻ. പോകരുത്. പക്ഷെ ഉണ്ണിയാർച്ച പോകാൻ തീരുമാനിച്ചു. ഉണ്ണിയാർച്ച പോകാൻ തീരുമാനിച്ചു. ഒടുവിൽ അച്ഛൻ കണ്ണപ്പച്ചേക്കർ സ്വന്തം മകളായ ഉണ്ണിയാർച്ചയുടെ മുന്നിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, 135 അശോകൻ ചത്തതല്ല, നിന്റെ പരിപാടി കണ്ടിട്ട് വീട്ടിൽ പോകാൻ ഡ്രൈവറോട് വണ്ടിയും കൊണ്ട് വരാൻ പറഞ്ഞതാണ്. മനസ്സിലായ? കഥ പറയണ നീ. അതെ, ആരാണ് അശോകൻ? അവന്റെ തന്തേ. എവിടെ എത്തിയത്? നാദാപുരം. നാദാപുര തോട്ടു കൊച്ചങ്ങാടി നാദാപുരത്തോരു കൊച്ചങ്ങാടി. ഉണ്ണിയാർച്ച പോയി. ഉണ്ണിയാർച്ച പോയ ശേഷം ഉണ്ണിയാർച്ചയെ കുറിച്ച് യാതൊരുമില്ല. ഉണ്ണിയാർച്ച എവിടെയാൻ തരില്ല. പക്ഷേ 10 മാസത്തിന് തിരിച്ചു വന്നു. തിരിച്ചുണ്ണിയാർച്ചക്ക് എന്താണ്? ഒരു ചോരക്കുഞ്ഞ്, രോമനക്കുഞ്ഞ്. ആ കുഞ്ഞാലാണ് കാരണം. ഒന്നില്ലെങ്കിൽ നീ രമണം പറ, അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഉണ്ണിയാർച്ച പറയാം, തീർക്കാം. അല്ലെങ്കിൽ കർണം പറയാം. നീ ചുരുക്കല് ആദ്യം അവസാനിപ്പിക്കടാ. എടാ നീ ഇതെങ്ങനെ പോണത്? അവസാനിപ്പിക്കാം. കഥയുടെ അവസാന ഭാഗത്തിലേക്ക് കിടക്ക്. തീർക്കാം. കഥ പറയടാ നീ. തുടങ്ങാം. ഒരു ആപത്ത് ഒരു പൊട്ടക്കിട്ട് പോകരുത്. ഇല്ല. എന്ത് ചോദിച്ചാലും ഇങ്ങോട്ട് ചോദ്യം. ഭീമന്റെ അളിയനല്ലേ? നിന്റെ അച്ഛന്റെ അനിയൻ. എടാ സൂര്യഭഗവാന് കുന്തിരിച്ച കർണൻ. മഹാഭാരത അത്യുജന കഥാപാത്രമായ കർണൻ ഇന്ന് കൊച്ചുകുട്ടിയല്ല. അവൻ വളർന്നിരിക്കുന്നു. വളരെ യോദ്ധാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലാണ് അധികാരം. ആരുടെ കയ്യേൽപ്പിക്കും തീർമിക്കും സുനിശ്ചിത മംഗളമെന്ന് കുരുക്ഷേത്ര യുദ്ധം. ആരംഭിക്കാം. ഭാരതത്തിൽ യുദ്ധം ആരംഭിച്ചു. അറിയാൻ പാടില്ല. ഞാൻ ആരെ വിളിച്ചെന്നെ പക്ഷെ ആർക്കുമൊക്കെ 1 വെച്ച് 2 2 കാലിക്കരിക്കുമ്പോൾ ആകാശത്തെ ഒരു പൊടിപടലങ്ങൾ അധികാക്ഷികളും അതിനിഷ്ടപ്പെട്ട കമ്പനം വിളിച്ചു. ഈ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, അർജുന നോക്കൂ, കർണേകനാണ്. കർണ സഹായത്തിന് ആരുമില്ല. തൊടുക്കോസ്ത്രം ശരിയാണ്. അർജുനൻ നോക്കി, കർണേകനാണ്. കർണ ഒറ്റക്കാണ്. സ്വന്തം അസ്ത്രമെടുത്തു. കർണന്റെ പെരുമാറും ഞാൻ പിടിച്ചു. കർണന്റെ കരച്ചിലാണോ കേട്ടത്? കർണനെ കളയാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ. കാരണം ക്ഷത്രിയകുമാരനാണ്. ക്ഷത്രിയത്തിന്റെ സൂര്യരത്നം തട്ടിക്കളിക്കുന്ന ചിറകളിൽ തട്ടിക്കളിക്കുന്ന കർണകുമാരന് ഒരിക്കലും കളയാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അവസാന തുള്ളി രക്തം വരെ കുന്തിയുടെ മൂത്തവനായ കർണൻ, പഞ്ചപാണ്ഡവരെ മൂത്തവനായ കർണൻ, ദുര്യോധന്റെ ഒത്ത സുഹൃത്തും. പരിപാടിയൊക്കെ നന്നായിരുന്നു. നിന്റെ കൂട്ടുകാരുടെ കണക്ക് ഇപ്പൊ തീർത്തോളൂ. നിന്റെ കണക്ക് തീർക്കണ്ടേ? പിന്നെ വാ. പ്രിയരെ, അല്പസമയം ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം എന്റെ കഥയുടെ മർമ്മപ്രധാനമായ ഭാഗം ഈ വേദിയിൽ ഇറങ്ങിയേറും. അതുവരെ എനിക്കും നിങ്ങൾക്കും ഇടവേള. ഞാൻ വിശ്രമത്തിലേക്ക് പോകുന്നു. തിരിച്ചു വരെ കാത്തിരിക്കും. ഒറ്റ നിമിഷം.
അകത്തേക്ക്